been quite some time since I've made a video. This time I've decided to make a special kind of ice cream. I've been inspired of making ice creams by my dear grandmother, my husband's grandmother who passed away a few years ago. I've heard from my family members that she used to make ice creams at home. So I am making a variety of a fruit ice cream, a jackfruit ice cream. Jackfruit is a popular fruit in the South Asian continent, particularly in the state of Kerala, where multiple cuisines and dishes are made. It has got excellent antioxidant content and is very good to act as an anti-cancer agent. After being inspired by my dear grandmother, I started making a vanilla ice cream. Soon, I found out how to make different kinds of fruit ice creams by just simply adding the fruit. So here we go. Let's see how we make a jackfruit ice cream. നമ്മളുടെ ഗാർഡനിൽ നിന്ന് ആദ്യമായി ഉണ്ടായ ജാക്ക് ഫ്രൂട്ട് പറിച്ചാണ് നമ്മൾ ഈ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം നല്ലൊരു റൈപ്പ് മധുരമുള്ള ജാക്ക് ഫ്രൂട്ട് നോക്കിയെടുത്ത് അതിൻ്റെ കുരു മാറ്റിയെടുത്ത് തൊലി മാറ്റിയെടുത്ത് 2 കപ്പ് അളവെടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഇനി ബാക്കിയുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് പാല് തിളപ്പിച്ച് ആറിയത്, വിപ്പിംഗ് ക്രീം ഒരു 500 ഗ്രാം, മിൽക്ക് മെയ്ഡ് ഒരു 400 ഗ്രാം, വാനില എസൻസ് 1 ടീസ്പൂണ്, പഞ്ചസാര ആവശ്യത്തിന്, ഫുഡ് കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇനി ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ റൈപ്പ് ജാക്ക് ഫ്രൂട്ട് ഒരു മിക്സർ ജാറിലോട്ട് ആഡ് ചെയ്ത് 1 കപ്പ് പാല് അതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 500 ഗ്രാം 1/2 ലിറ്റർ വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് അതും നന്നായിട്ട് യോജിച്ച് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇത് കുറച്ചുകൂടെ ഡൈല്യൂട്ട് ആക്കാനായിട്ട് ഞാൻ 1 കപ്പ് പാലും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് മിക്സർ ജാറിൽ മിക്സ് ചെയ്ത് എടുത്തു. ഇനി ഇതിൻ്റെ സ്വീറ്റ്നെസ് കൂട്ടാനായിട്ട് ഞാനൊരു 400 ഗ്രാം മിൽക്ക് മെയ്ഡും കൂടെ ഇതിനകത്ത് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്വീറ്റ്നെസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിന് മധുരം ഉണ്ടെങ്കിൽ വേറെ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വാദനുസരിച്ച് മധുരം ചേർക്കുക. ഇനി കളറ് നിങ്ങൾക്ക് പോരാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി യെല്ലോ കളർ വേണമെങ്കിൽ ഒരു 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ തയ്യാറാക്കിയ ഐസ്ക്രീം മിക്സ് ഒരു കണ്ടെയ്നറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ജാക്ക് ഫ്രൂട്ട് ചെറുതായി അരിഞ്ഞ് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു എയർ ടൈറ്റ് ലിഡ് വെച്ച് ഇത് അങ്ങ് ക്ലോസ് ചെയ്യണം. ഫ്രീസറിനകത്ത് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കുക, അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇത് വെക്കുക. എന്നിട്ട് ഇത് ചിൽഡായിട്ട് ഒരു ഐസ്ക്രീം ബൗളിൽ സെർവ് ചെയ്യാം. Thank you for watching the video. Kindly subscribe to my YouTube channel, Roshan's Kitchen.